സർവസംശയഛേദാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ആത്മോപദേശ ശതകത്തിലെ 4-ാമത്തെ പദ്യമാണ് നമുക്കിന്ന് വായിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ മാസം 3-ാമത്തെ പദ്യം വായിച്ച് അവസാനിപ്പിച്ചു. ഈ ലോകത്തിൽ അനന്തകോടി വസ്തുക്കളുണ്ട്. അനന്തകോടി, എത്ര കോടി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ദൃശ്യങ്ങളെ മുഴുവൻ, വസ്തുക്കളെന്ന് പറഞ്ഞാൽ അതൊക്കെ ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങളെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണപ്പെടുന്നത് എന്നല്ല, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാവുന്നത്. ഈ ഇന്ദ്രിയ വിഷയങ്ങൾ അനന്തമാണ്. പക്ഷെ അതിനെ നമുക്ക് പ്രധാനമായി 3 തരംതിരിക്കാം, 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. അറിവ്, അറിയപ്പെടുന്നവ, അറിയുന്നവൻ. അറിയുന്നവൻ ജീവനാണ്. നമ്മൾ ഓരോരുത്തരും ജീവന്മാരാണ്. അറിയുന്നവൻ അനുഭവിക്കുന്നവൻ എന്നർത്ഥം. നമ്മളാൽ അറിയപ്പെടുന്നവ അല്ലെങ്കിൽ അനുഭവിക്കപ്പെടുന്നവ, അതാണ് പ്രപഞ്ച വിഷയങ്ങൾ. നമുക്ക് അറിയുന്നവന് ലഭിക്കുന്നത് അറിവ്. ഇങ്ങനെ അറിവ്, അറിയപ്പെടുന്നവ, അറിയുന്നവൻ. ഇതിനെ സംസ്കൃതത്തിൽ ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ് എന്ന് പറയും. ജ്ഞാനം അറിവ്, ജ്ഞേയം അറിയപ്പെടുന്നവ, ജ്ഞാതാവ് അറിയുന്നവൻ. ഈ 3നെയും കൂടെ ചേർത്ത് വേദാന്ത ശാസ്ത്രത്തിൽ ത്രിപുടി എന്ന് പറയും. ഇംഗ്ലീഷിൽ 3 എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ 3 ആണല്ലോ. അത് സംസ്കൃതത്തിൽ നിന്ന് പോയതാണ്. ത്രിപുടി, ത്രിമൂർത്തി എന്നൊക്കെ പറഞ്ഞാൽ 3 എന്നാണ് ആ 3 എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത്. വാക്കല്ല, ആ അക്ഷരം സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ ത്രിപുടിയിൽ ഒതുങ്ങും എന്ന് പറഞ്ഞാൽ ഈ 3 എണ്ണത്തിൽ ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം, ഈ 3-ലടങ്ങും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും അവയിലെ വസ്തുക്കളും. ഈ ത്രിപുടിയോ യോഗി ഉള്ളിൽ സാക്ഷാത്കരിക്കുന്ന നിർവികൽപ്പ ബോധത്തിൽ ലയിച്ച് അഭേദമായിത്തീരുന്നു. ഈ 3 പിരിഞ്ഞു നിൽക്കുന്നത് വാസ്തവത്തിൽ ത്രിപുടി രഹിതമായ ശുദ്ധബോധമാണ്. അതിനെയാണ് ബ്രഹ്മം എന്ന് വേദാന്ത ശാസ്ത്രം പറയുന്നത്. ആത്മാവ്, പരമാത്മാവ്. ഭക്തന്മാർ അതിനെ ഭഗവാൻ, ഈശ്വരൻ, ദൈവം എന്നൊക്കെ പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. അത് അരൂപമായ ഒരു സത്തയാണ്. ആ സത്തയിൽ, അത് അദ്വൈതമാണ്. ആ അദ്വൈത സത്തയിൽ മേൽപ്പറഞ്ഞ ത്രിപുടികൾ ലയിക്കും. ലയിക്കും എന്ന് പറഞ്ഞാൽ ബോധം മാത്രം അവശേഷിക്കും. ഈ 3 എന്നുള്ള തരംതിരിവ് അല്ലെങ്കിൽ ഭേദം ഉണ്ടാവില്ല. അതാണ് നിർവികൽപ്പ ബോധം. ദ്വൈതങ്ങളെല്ലാം അസ്തമിച്ച സ്ഥലം. അവിടെ 1 മാത്രമേ ഉള്ളൂ. ആത്മാവിനെ അനുഭവിക്കുന്നവൻ 1-നെ മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. അയാൾ അനുഭവിക്കുന്നത് അയാളെ തന്നെയാണ്. അയാളിലൂടെയാണ് അനുഭവിക്കുന്നത്. അയാളെക്കുറിച്ചുള്ള അറിവാണ് അയാൾക്ക് ഉണ്ടാവുന്നത്. അപ്പം അവിടെ ദ്വൈതത്തിൻ്റെ കണിക പോലുമില്ല. ആ നിർവികൽപ്പ ബോധത്തിൽ ജീവബോധം ലയിച്ച് ചേരുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. മനുഷ്യ ജന്മത്തിൻ്റെ ലക്ഷ്യം ഈ മോക്ഷപ്രാപ്തിയാണ്. ഈ കാര്യത്തെയാണ് 4-ാമത്തെ പദ്യത്തിൽ ഗുരുദേവൻ വിവരിക്കുന്നത്. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാന്തൻ അറിയുമൊരാദിമഹസ്സു മാത്രമാകും വിരളത വിട്ടു വിളങ്ങുമം മഹത്താം അറിവിൽ അമർന്നതുമാത്രമായിടേണം. പച്ച മലയാളമാണ്, പക്ഷേ മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. സന്ധി പിരിച്ച് ആ വാക്കുകളെ പ്രത്യേകമാക്കി മാറ്റിയാലേ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നെ അറിവും. അറിവ് എന്ന് പറഞ്ഞാൽ
പദാർത്ഥങ്ങളുടെ ബോധമുളവാക്കുന്ന സങ്കല്പം എന്നർത്ഥം. മനസ്സ് കൂടെ പ്രവർത്തിച്ചാൽ ബാഹ്യപ്രപഞ്ചത്തെയും പ്രപഞ്ച പദാർത്ഥങ്ങളെയും നമുക്കറിയാൻ പറ്റും. അപ്പോൾ അറിവ് എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളുടെ ബോധം ഉളവാക്കുന്ന സങ്കല്പം, മനുഷ്യ മനസ്സിൽ ഉദിക്കുന്ന പലതരം സങ്കല്പങ്ങൾ. അറിഞ്ഞിടുമർത്ഥം എന്ന് പറഞ്ഞാൽ ഈ സങ്കല്പം കാരണമായി ബാഹ്യലോകം എന്നൊന്നുണ്ട്, അവിടെ പലതുമുണ്ട് എന്ന തോന്നൽ. അത് ഭ്രമമാണെന്നാണ് വേദാന്ത ശാസ്ത്രം പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ലോകവും ലോക പദാർത്ഥങ്ങളും ഒന്നും വാസ്തവമല്ല, ഇതൊക്കെ സ്വപ്ന തുല്യമാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ലോകമില്ല. ഈ ലോകത്തിലാണ് മനുഷ്യർ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. ആ സുഖദുഃഖങ്ങൾ രണ്ടും ഒരുപോലെ മിഥ്യയാണ്. ഇതാണ് വേദാന്ത ശാസ്ത്രം കണ്ടെത്തിയ അതിമഹത്തായ സത്യം. അറിവ് എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിൽ ഉദിക്കുന്ന സങ്കല്പം. അറിഞ്ഞിടുമർത്ഥം എന്ന് പറഞ്ഞാൽ ഈ സങ്കല്പം കാരണമായി പുറമേ ഉണ്ട് എന്ന് തോന്നുന്ന വസ്തുക്കളും മറ്റ് ജീവികളും, ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാം അറിഞ്ഞിടുമർത്ഥം എന്ന വാക്കിനകത്ത് ഉൾപ്പെടും. പിന്നെ പുമാൻ തന്നറിവും. പുമാൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, അതിൽ സ്ത്രീകളും ഉൾപ്പെടും, ആണുങ്ങൾ മാത്രമല്ല. പുമാൻ ജീവൻ എന്നർത്ഥം. ഞാൻ എന്നിങ്ങനെ സകലരിലും സദാ അനുഭവപ്പെടുന്ന അറിയുന്നവൻ, അതായത് ജീവൻ എന്നർത്ഥം. ആ ജീവനെയാണ് പുമാൻ തന്നറിവ് എന്ന് പറയുന്നത്. ഇപ്പോൾ 3 എണ്ണമായി: അറിവ്, അറിഞ്ഞിടുമർത്ഥം, പുമാൻ തന്നറിവ്. ഞാനുണ്ട് എന്ന അനുഭവം. നമുക്കൊക്കെ ഞാനുണ്ട് എന്ന അനുഭവമുണ്ട്. ഞാനില്ല എന്ന് നമ്മൾ ഒരിക്കലും അനുഭവിക്കുന്നില്ല. ഗാഠനിദ്രയിൽ ഞാനുണ്ടെന്ന് അറിയുന്നില്ലല്ലോ, ഞാനുണ്ടെന്ന് അറിയുന്നില്ല. പക്ഷേ ഉറങ്ങി എഴുന്നേറ്റ് വന്നയാൾ ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത് കൊണ്ട് അയാളുടെ നിദ്രയിൽ അയാൾ ഉണ്ടായിരിക്കണം. ഉറക്കത്തെ അനുഭവിച്ച ഒരാൾ ഉറക്കത്തിലില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ ഉറങ്ങി എന്ന് അയാൾക്ക് പറയാൻ പറ്റും? ഉറക്കമെന്ന് പറയുന്നത് അതിഗംഭീരമായ അനുഭവമാണ്. പ്രപഞ്ച ദൃശ്യങ്ങൾ മുഴുവൻ തുടച്ചു നീക്കപ്പെടുന്ന ഒരനുഭവമാണ്. ഞാനെന്ന ഭാവവും അസ്തമിച്ചു. എൻ്റെ അനുഭവമണ്ഡലത്തിൽ പ്രകാശിച്ചിരുന്ന പ്രപഞ്ചവും അസ്തമിച്ചു. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ശരീരം, ബുദ്ധി ഒന്നുമില്ല ഗാഠനിദ്രയിൽ. പക്ഷേ സുഖം മാത്രം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് കിട്ടുന്ന സുഖത്തിന് സമാനമായ സുഖം ജാഗ്രതത്തിലോ സ്വപ്നത്തിലോ ഒരു ജീവിക്കും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഉറക്കത്തിലെ സുഖം എന്ന് പറയുന്നത് മായം ചേരാത്ത സുഖമാണ്. വസ്തുക്കളിലാണ് സാധാരണ മായം ചേർക്കുന്നത്. മായം എന്നുള്ള അർത്ഥത്തിലാണ് മായ എന്ന വാക്ക് വേദാന്ത ശാസ്ത്രത്തിൽ പ്രയോഗിക്കപ്പെടുന്നത്. അപ്പോൾ മായ ചേരാത്ത, മായാസംബന്ധമില്ലാത്ത, കലർപ്പില്ലാത്ത ശുദ്ധ സുഖമാണ് ഉറക്കത്തിൽ ഓരോ ജീവനും അനുഭവിക്കുന്നത്. മനുഷ്യൻ മാത്രമല്ല, ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെയുള്ള സകലരും ഉറങ്ങിയാൽ അവരുടെ ഉറക്കത്തിലെ അനുഭവം തുല്യം, ഒരു വ്യത്യാസവുമില്ല. ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴാണ് ഈ ഭേദങ്ങളെല്ലാം പ്രകടമാകുന്നത്. ശരീരത്തിൽ വ്യത്യാസം, മനസ്സിൽ വ്യത്യാസം, ബുദ്ധിയുടെ നിലവാരത്തിൽ വ്യത്യാസം. പക്ഷേ ഈ ജീവികളെല്ലാം ഉറങ്ങിയാൽ ഒരു വ്യത്യാസവുമില്ല. അവിടെ വ്യത്യാസങ്ങളെല്ലാം മറഞ്ഞു പോകുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇവിടെ വ്യത്യാസങ്ങളില്ല, ഭേദങ്ങളില്ല. ഭേദത്തെ അംഗീകരിക്കാത്ത ശുദ്ധ ബോധം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇങ്ങനെ ഈ ത്രിപുടി ഇത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഉണ്ടാവും. പക്ഷേ സുഷുപ്തിയിലേക്ക് കടക്കുമ്പോൾ, ഗാഠനിദ്രയിലേക്ക് ഒരു ജീവൻ പ്രവേശിച്ചാൽ ഈ ത്രിപുടി അവിടെ മറഞ്ഞു പോകും. കാരണം
അത് കേവലമായ ആത്മാനുഭവമാണ്. പക്ഷേ ഉറങ്ങിയാൽ എന്തുകൊണ്ട് നമുക്ക് ജ്ഞാനം നേടാൻ കഴിയുന്നില്ല? നാം ഉറക്കത്തിൽ അനുഭവിക്കുന്നത് ആത്മാവിനെയാണ്, ഒരു സംശയവുമില്ല. ആ ആത്മാവിൻ്റെ സ്വരൂപ സുഖത്തെയാണ് നാം ഉറക്കത്തിൽ അനുഭവിക്കുന്നത്. നമുക്ക് സുഖം നൽകുന്ന ഒരു പദാർത്ഥവും നമ്മുടെ ഉറക്കത്തിൽ ഇല്ല. സുഷുപ്തിയിൽ ഒന്നിനും പ്രവേശമില്ല. ഞാൻ എന്ന ഭാവത്തെ പോലും വിസ്മരിച്ചുകൊണ്ടാണ് നാം ഉറങ്ങുന്നത്. അപ്പോൾ ആ ഉറക്കത്തിൽ ഓരോ ജീവനും അനുഭവിക്കുന്ന സുഖം എവിടെ നിന്ന് കയറി വന്നു? അത് എവിടെ നിന്നും കയറി വന്നതല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സുഖമാണ്. അതെന്തുകൊണ്ട് ജാഗ്രതയിലും സ്വപ്നത്തിലും അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ, ഉറക്കത്തിൽ ഇല്ലാത്ത ഒന്ന് ജാഗ്രതയിലും സ്വപ്നത്തിലുമുണ്ട്. അതാണ് മനസ്സ്. ആ മനസ്സ് പലതിനെയും സങ്കല്പിച്ചുകൊണ്ടിരിക്കും, വിചാരിച്ചുകൊണ്ടിരിക്കും. ആ മനസ്സിൻ്റെ ചലനങ്ങളാണ് ഈ സുഖത്തെ തടസ്സപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ജാഗ്രതയിലും സ്വപ്നത്തിലും നമുക്ക് ഈ സുഖം അനുഭവപ്പെടാത്തത്. സുഷുപ്തിയിൽ ഈ മനസ്സ് പൂർണ്ണമായി ലയിച്ചു പോകുന്നത് കൊണ്ട്, ആത്മാവിൽ തന്നെ ലയിച്ച് കുറച്ചു നേരം ഇല്ലാതാകുന്നത് കൊണ്ട് ഉറക്കത്തിൽ നമുക്ക് ഈ ആത്മസുഖത്തെ നല്ലപോലെ അനുഭവിക്കാൻ കഴിയുന്നു. അറിവും അറിഞ്ഞിടുമർത്ഥവും പുമാൻ തന്നെ അറിവും ഒരാദിമഹസ്സു മാത്രമാകും. ആദിമഹസ് എന്ന് പറഞ്ഞാൽ ആദി കാരണമായ ബോധം. ഈ പ്രപഞ്ചം ആ ബോധത്തിൽ നിന്നാണ് പൊന്തി കാണപ്പെടുന്നത്. പ്രപഞ്ചോത്പത്തിക്ക് മുമ്പേ ഉള്ളതാണ് ഈ ബോധം, അല്ലെങ്കിൽ ബ്രഹ്മം, ആത്മാവ് എന്ന് നമ്മൾ പറയുന്നത്. അത് ആദിമഹസ്സാണ്. മഹസ് എന്ന് പറഞ്ഞാൽ പ്രകാശം, മഹിമാവ് എന്നൊക്കെയാണ് അർത്ഥം. അത് ഒരു സത്തയാണ്, ഒരു നിലനിൽപ്പാണ്. അതിന് നാമരൂപങ്ങളില്ല. നമ്മുടെ ഇന്ദ്രിയ മനോബുദ്ധികൾ കൊണ്ടൊന്നും അതിനെ ഗ്രഹിക്കാൻ സാധ്യമല്ല. മനസ്സ് പൂർണ്ണമായി ഉപശമിക്കുമ്പോൾ അതിസൂക്ഷ്മമായി തീരും ബുദ്ധി. ആ സൂക്ഷ്മ ബുദ്ധിക്ക് വിഷയമാകുന്നതാണ് ഈ ആത്മതത്വം. അതുകൊണ്ട് ഈ പറഞ്ഞ ത്രിപുടി ഒരാദിമഹസ്സു മാത്രമാണ് എന്ന് പറഞ്ഞാൽ ആദിമഹസ്സ് മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. ത്രിപുടി അതിൽ പൊന്തി കാണപ്പെടുന്ന വെറും ഒരു ഭ്രമം മാത്രമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ ചൊല്ലി വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ഇതൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. ഇവിടെ മനുഷ്യർ അനുഭവിക്കുന്ന സുഖവും ഭ്രമമാണ്, ദുഃഖവും ഭ്രമമാണ്. ഇവിടെയുള്ള ജീവിതം അതും ഭ്രമം തന്നെയാണ്. ഇല്ലാത്ത കുറേ കാഴ്ചകളെ കണ്ട് അതിനെയൊക്കെ വാസ്തവമെന്ന് കരുതി മനുഷ്യർ ഒരു കാരണവുമില്ലാതെ ദുഃഖിക്കുന്നു. ദുഃഖിക്കാൻ ഇവിടെ കാരണമില്ല. അനാവശ്യമാണ് നമ്മുടെ ദുഃഖം. ദുഃഖിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദുഃഖം കൊണ്ട് സംഭവിക്കേണ്ടത് സംഭവിക്കാതെ പോവില്ല. സംഭവിക്കാത്തതിനെ നമുക്ക് സംഭവിപ്പിക്കാൻ പറ്റുകയുമില്ല. പിന്നെ എന്തിന് ദുഃഖമെന്ന് പറഞ്ഞാൽ അതൊരു ഹൃദയ ദൗർബല്യമാണ്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. അർജുനനെ നോക്കി ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ്, അർജുന, നിന്റെ ഈ തളർച്ച, യുദ്ധം ചെയ്യാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വന്നിട്ട് പടച്ചട്ടയണിഞ്ഞ് അമ്പും വില്ലുമൊക്കെ ആയിട്ട് കേമനെ പോലെ വന്നിട്ട് സ്വജനങ്ങളോടാണ് യുദ്ധം ചെയ്യേണ്ടത്. ആ സ്വജനങ്ങൾ നിരന്നു നിൽക്കുന്നത് കണ്ടിട്ട് നാവ് വരളുന്നു, തല ചുറ്റുന്നു, കയ്യും കാലുമൊക്കെ കുഴയുന്നു. ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മാനസികമായ ഒരു ദൗർബല്യം. ശരീരം തളരുന്നത് മനസ്സ് തളരുന്നത് കൊണ്ടാണ്. മനസ്സ് തളരാത്തവൻ്റെ ശരീരം അത്ര പെട്ടെന്ന് തളരില്ല. അതുകൊണ്ട് ഈ മനസ്സിനെ വേണം ബലിഷ്ഠമാക്കാൻ. മനോബലം ആർജിക്കണം. മനസ്സ് തളർന്നാൽ ശരീരം പെട്ടെന്ന് തളർന്നു പോകും. ശരീരത്തിൽ രോഗങ്ങൾ വരുമ്പോൾ മനുഷ്യർ മാനസികമായി തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ രോഗം കൊണ്ടുള്ള തളർച്ചയെക്കാളും ഭീകരമാണ് മാനസികമായ തളർച്ച. എനിക്കിങ്ങനെ വന്നല്ലോ എന്ന്. അതാണ്. മറ്റുള്ളവർക്ക് വന്നാൽ ഒരു കുഴപ്പമില്ല പുള്ളി.
എനിക്ക് ഈ അസുഖം വന്നു, അതൊരു മാറാവ്യാധി, ചികിത്സയില്ലാത്ത ക്യാൻസർ പോലെയുള്ള ഒരു രോഗം. ക്യാൻസറിനൊക്കെ ഇപ്പോൾ ചികിത്സയുണ്ട്, പക്ഷേ അതൊക്കെ ഫൈനൽ സ്റ്റേജിൽ രോഗം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ മരുന്നും കീമോതെറാപ്പിയും ഒന്നും കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതൊക്കെ ആദ്യഘട്ടത്തിൽ കണ്ടുപിടിക്കപ്പെട്ടാൽ മാത്രമേ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സയുള്ളൂ. അപ്പോൾ ഒരു ആദിമഹസ്സ് മാത്രമേ യഥാർത്ഥത്തിൽ ഇവിടെയുള്ളൂ. ഈ സത്യം നമ്മുടെ ബുദ്ധി ഉൾക്കൊള്ളുന്നതോടുകൂടി മനസ്സ് ശാന്തമാകും. അനാവശ്യമായി ദുഃഖിക്കുന്ന ആ ഏർപ്പാട് മനസ്സ് നിർത്തും. തനിയെ ആ സ്വഭാവമൊക്കെ കൊഴിഞ്ഞു പോകും. കാരണം ഒരേ ഒരു ആത്മതത്വം മാത്രമേ ഇവിടെയുള്ളൂ. അത് ആനന്ദഘനമാണ്, അതിന് ഒരിക്കലും നാശമില്ല. ഞാൻ വാസ്തവത്തിൽ അതാണ് എന്നുള്ള സിദ്ധാന്തപരമായ ജ്ഞാനം തന്നെ. അതിനെ അനുഭവിക്കേണ്ട, അനുഭവമൊക്കെ പിന്നെ വന്നോട്ടെ. ഇതാണ് ശാസ്ത്രീയമായ സത്യം, നമ്മുടെ മഹർഷിമാർ കണ്ടെത്തിയ ശാസ്ത്രീയമായ സത്യം. പ്രപഞ്ചത്തിൻ്റെയും അവനവൻ്റെയും സത്യം ഈ ആത്മാവാണ്. അത് നാശമില്ലാത്തതാണ്, മരണമില്ലാത്തതാണ്. അതിന് ശരീരം കൊണ്ടുള്ള ബാധകളൊന്നുമില്ല. രോഗമൊക്കെ ശരീരത്തെയാണ് ബാധിക്കുന്നത്. മാനസിക രോഗങ്ങളുമുണ്ട്, മനസ്സിനെയും രോഗങ്ങൾ ബാധിക്കാറുണ്ട്. ഈ ശരീര മനസ്സുകളുടെയൊക്കെ അപ്പുറത്താണ് ആത്മാവിൻ്റെ സ്ഥിതി എന്ന സത്യം ഒരു വ്യക്തി സിദ്ധാന്തപരമായി ഉൾക്കൊണ്ടാൽ തന്നെ അയാളുടെ മനസ്സ് ശാന്തി അനുഭവിക്കാൻ തുടങ്ങും. വിരളത വിട്ട് വിളങ്ങും മഹത്താം അറിവിൽ അമർന്ന് അതുമാത്രമായിടേണം. ഈ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ ഭഗവാൻ, ഈശ്വരൻ, ദൈവം, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഒരേ ഈശ്വര തത്വത്തെ പല പേര് പറഞ്ഞ് വിളിക്കുന്നു. അതെങ്ങനെയുള്ളതാണ് ആ ആത്മതത്വം? വിരളത വിട്ട് ഇടതടവില്ലാതെ സർവത്ര നിറഞ്ഞു നിൽക്കുന്നതാണ് ആ ആത്മതത്വം. അത് ഏതെങ്കിലും ഒരു ലോകത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്നതല്ല. നമ്മുടെ ത്രിമൂർത്തി സങ്കല്പം ഉണ്ടല്ലോ, ബ്രഹ്മദേവൻ, അദ്ദേഹത്തിന് പ്രത്യേക ഒരു ലോകം നമ്മൾ കൽപ്പിച്ചു കൊടുത്തേക്കുകയാണ്. ബ്രഹ്മലോകമാണ് ബ്രഹ്മദേവൻ്റെ ആസ്ഥാനം. അദ്ദേഹം താമസിക്കുന്നത് അവിടെയാണ്. മഹാവിഷ്ണുവിന് വൈകുണ്ഠം. അപ്പോൾ മഹാവിഷ്ണുവിനെ കാണണമെങ്കിൽ വൈകുണ്ഠത്ത് ചെന്നാൽ മാത്രമേ പറ്റൂ. ബ്രഹ്മലോകത്ത് ചെന്നാൽ അവിടെ മഹാവിഷ്ണുവിനെ കാണാൻ പറ്റത്തില്ല. അതുപോലെ വൈകുണ്ഠത്ത് ചെന്നാൽ ബ്രഹ്മദേവനെയും കാണാൻ പറ്റില്ല. ഈ രണ്ടുപേരെ കൂടാതെ മൂന്നാമതൊരാൾ കൂടെ ഉണ്ട്, എല്ലാം അടിച്ച് തകർക്കുന്നവൻ, സംഹാര രുദ്രൻ. അദ്ദേഹത്തെ കാണണമെങ്കിൽ അങ്ങ് കൈലാസത്തിലേക്ക് പോകണം. ഇങ്ങനെ മൂന്ന് മൂർത്തികൾ, സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് ഓരോരോ മൂർത്തി. ഈ ഓരോ മൂർത്തിക്കും ഓരോരോ ലോകം. ഇങ്ങനെയാണ് പുരാണങ്ങൾ വർണ്ണിക്കുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെ മൂന്ന് മൂർത്തികളില്ല, മൂന്ന് ലോകങ്ങളുമില്ല. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്ത, നിലനിൽപ്പ്, എക്സിസ്റ്റൻസ്, അതിനെയാണ് ബോധം, ആത്മാവ്, ബ്രഹ്മം എന്ന് പറയുന്നത്. പരബ്രഹ്മം എന്ന് ചിലർ പറയും. പരമമായത് എന്നാണ് പരബ്രഹ്മം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഈ ആത്മതത്വം ഇവിടെയുണ്ട് അവിടെയില്ല, അല്ലെങ്കിൽ അവിടെയുണ്ട് ഇവിടെയില്ല, ഭൂമിയിലുണ്ട് പരലോകത്തില്ല, സ്വർഗത്തിലുണ്ട് നരകത്തിലില്ല, അങ്ങനെയില്ല. സർവത്ര ഇടതൂർന്ന് നിൽക്കുന്നതാണ് ഈ ആദികാരണമായ ബോധം. അതിനെയാണ് ആദിമഹസ്സ് എന്ന് ഗുരുദേവൻ വിശേഷിപ്പിക്കുന്നത്. അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. വിരളത വിട്ട് വിളങ്ങും മഹത്താം അറിവിലമർന്ന്. അത് മഹത്തായ വലിയ ഒരറിവാണ്. അറിവ് എന്ന് പറഞ്ഞാൽ അറിവിന് കാരണമായത് എന്നാണ് അർത്ഥം. ബോധമുണ്ടെങ്കിലേ നമുക്കൊന്നിനെ അറിയാൻ പറ്റും. ബോധമാണ് അറിവിനെ സാധ്യമാക്കി തീർക്കുന്നത്. ബോധം തന്നെ അറിവ് സ്വരൂപമായിട്ടുള്ളതാണ്. നമ്മൾ ഒന്നിനെ അറിയുന്നു, അല്ലെങ്കിൽ പലതിനെയും അറിയുന്നു എന്ന് നമ്മൾ പറയുന്നു. ഈ അറിയുന്നത് ഏതുള്ളത് കൊണ്ട്? അത് ഞാനുള്ളത് കൊണ്ടാണ്
എനിക്കറിയാൻ പറ്റുന്നത്. സമ്മതിച്ചു. ഈ ഞാനായി പ്രകടമായിരിക്കുന്നത് ആര്, അല്ലെങ്കിൽ എന്ത്? ഭഗവാൻ, ബ്രഹ്മം, ആത്മാവ്. ആ പരമാത്മാവ് തന്നെയാണ് ഓരോ ശരീരത്തിൻ്റെ ഉള്ളിലും ഞാൻ 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 എന്ന ഭാവത്തോടു കൂടി പ്രകാശിക്കുന്നത്. അതുകൊണ്ട് അവിടെ തിരയണം, അവിടെ അന്വേഷിക്കണം. ഈ ഞാൻ എന്നുള്ള അറിവിനെ പിന്തുടർന്ന് അതിൻ്റെ തായ്വേരന്വേഷിച്ചു പോയാൽ നിങ്ങൾക്ക് ബോധത്തിൽ എത്തിച്ചേരാം. കാരണം ബോധമാണ് ഞാനുണ്ട് എന്ന അനുഭവമായി പ്രകാശിക്കുന്നത്. അത് എങ്ങും നിറഞ്ഞതാണ്, അതിമഹത്താണ്. ആ അറിവിൽ അമർന്ന് ആ ബോധത്തിൽ ലയിച്ചു ചേർന്ന് അതുമായിട്ടൊന്നായി ഞാൻ വേറെ അത് വേറെ എന്നുള്ള ഭേദചിന്തയെ ഉപേക്ഷിച്ച് ഞാൻ തന്നെ അത് തന്നെ ഞാൻ, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഭാവത്തോടുകൂടി അതിൽ ലയിച്ചു ചേർന്ന് അതുമാത്രമായിടണം, അതുമാത്രമായി ബാക്കി നിൽക്കണം, അവശേഷിക്കണം. ജീവഭാവം ബ്രഹ്മത്തിൽ ലയിച്ചു ചേർന്നാൽ പിന്നെ ഈ ജീവൻ എന്ന ഒരു പ്രത്യേക അസ്തിത്വം ഉണ്ടാവില്ല. സമുദ്രത്തിലെ അല സമുദ്രത്തിൽ ലയിച്ചു ചേരുന്നത് പോലെ ഒന്നിൽ മറ്റൊന്ന് ലയിച്ചു ചേർന്നാൽ ഏതിലാണോ ലയിച്ചു ചേർന്നത് അതുമാത്രമേ ബാക്കിയുണ്ടാവൂ. ഉപ്പ് വെള്ളത്തിൽ ലയിച്ചാൽ ഉപ്പിനെ പിന്നെ കാണാൻ പറ്റത്തില്ല, അത് വെള്ളവുമായി ഏകീഭവിച്ചു കഴിഞ്ഞു. ഇതുപോലെ ജീവഭാവം ആത്മാവിൽ ലയിച്ചു ചേരുന്നതാണ് മോക്ഷം എന്ന് പറയുന്നത്. പിന്നീട് ആ ജീവനെ പ്രത്യേകം വേർപെടുത്താൻ സാധ്യമല്ല. കാരണം ബ്രഹ്മമാണ് ഞാനായി പ്രകാശിച്ചത്. അത് വീണ്ടും തൻ്റെ സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അങ്ങനെ ആ ആത്മതത്വത്തിൽ ജീവഭാവം ലയിച്ച് അതുമാത്രമായി ബാക്കി നിൽക്കണം. അല്ല, അപ്പം എൻ്റെ ഉള്ളിൽ ഞാൻ ഇല്ലാതായി പോകുമല്ലോ. അല്ല, ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് എന്താ മെച്ചം? ദുഃഖിക്കാം, ഭയപ്പെടാം, പലതരത്തിലുള്ള ടെൻഷൻ, പല പ്രശ്നങ്ങൾ. ഇതൊക്കെ ഞാനിൻ്റെ പ്രശ്നങ്ങളും ഞാനിൻ്റെ ഭയവും ഒക്കെ ആണല്ലോ. ഈ ഞാൻ ലയിച്ചു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നോക്കിക്കോളൂ, നിങ്ങൾ സുഖമായിരിക്കും അനുഭവിക്കുക. ഉദാഹരണത്തിന് ഗാഠനിദ്ര. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, എന്തൊരു സുഖം. അതുകൊണ്ടാണല്ലോ ഈ ഡോക്ടർമാർ പോലും ഉറക്ക ഗുളിക തന്ന് നമ്മെ ഉറക്കിക്കിടത്തുന്നത്. ഉറക്കം വരുന്നില്ല ചിലരുടെ പരാതിയാണ്, പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാർക്ക്. കിടന്ന ഉറക്കം വരുന്നില്ല, രാത്രി ഉറക്കം കിട്ടുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒരു മൈൽഡ് ഡോസ് ഉറക്ക ഗുളിക, ചെറിയൊരു ഗുളിക, അത് ആ ഗുളികയുടെ പകുതി കഴിച്ചാൽ മതി എന്ന് പറയും. ആ ഗുളിക തന്നെ വളരെ ചെറുതാണ്, അതിൻ്റെ പകുതി കഴിച്ചാൽ മതി. അപ്പോൾ രാത്രിയിൽ ഉറക്കം കിട്ടും. ആ ഉറക്കം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള മയക്കി കിടത്തലാണ്. ഉറക്കമെന്ന് പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാവേണ്ടതാണ്. ശരീരത്തിന് ക്ഷീണം സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ പോലും അറിയാതെ ഉറക്കത്തിലേക്ക് പോകണം. ആ ഉറക്കത്തിലാണ് നമുക്ക് പരമമായ സുഖം അനുഭവിക്കാൻ കഴിയുക. ഇതെന്ന് പറയുന്നത് ഗുളികകളുടെ സഹായത്തോടു കൂടി തൽക്കാലം മനസ്സിനെ മരവിപ്പിച്ച് കിടത്തുക. ആ ഉറക്കത്തിൽ പ്രകൃതിയാലുള്ള ഉറക്കത്തിൽ ഉള്ളതുപോലെയുള്ള സുഖമുണ്ടാവില്ല. ഉറക്ക ഗുളിക കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നു. അതുപോലെ മറ്റ് ലഹരി വസ്തുക്കൾ കഴിക്കുന്നു, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ. ഇപ്പോൾ ലഹരി വസ്തുക്കളുടെ കാലമാണ്. പത്രം തുറന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥിയും അധ്യാപകനും IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവരും എല്ലാവരും, നമുക്ക് പലരെ അറിയാൻ പറ്റത്തില്ല. ഇപ്പോഴും ഈ സാധനം എന്ന് പറയുന്നത് വളരെ രഹസ്യമായി ഓരോരുത്തരുടെ കൈകളിൽ എത്തിച്ചേരുന്നു. എവിടെ നോക്കിയാലും ഇവിടെ കഞ്ചാവ്, MSDMO, MDMSO ഇല്ല, MDMS എന്നൊക്കെയാണ് പറയുന്നത്. ഓരോ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വിതരണം ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്, ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പോലീസിനെയും എക്സൈസിനെയും ഒക്കെ വെട്ടിച്ചിട്ട് ഈ പദാർത്ഥങ്ങൾ ജനങ്ങളുടെ കൈകളിലെത്തുന്നു, ഇത് ഉപയോഗിക്കുന്നു. എന്തിനാന്ന് ചോദിച്ചാൽ
പലതരം പ്രശ്നങ്ങൾ, ടെൻഷൻ, അതിൽ നിന്നുള്ളൊരു മോചനത്തിനാണ് മനുഷ്യർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. പണ്ടാണെങ്കിൽ കള്ളും ചാരായവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കള്ള് ഷോപ്പിൽ കയറുമ്പോൾ തലയിൽ കൂടെ ഒരു ഇട്ടുകൊണ്ടാണ് പണ്ട് കള്ള് ഷോപ്പിൽ കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ ഓപ്പണായിട്ട് ബാർ തുറന്നു വച്ചിരിക്കുകയാണ്. പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് നല്ല കുട്ടപ്പനായി താൻ മദ്യപിക്കുന്നു എന്നുള്ളതിൽ അല്പം പോലും നാണം തോന്നാതെ നേരെ അങ്ങ് കയറി ചെല്ലുകയാണ്. പണ്ട് ഇതൊക്കെ ഒരു ആരും കാണരുത്, ഞാൻ മദ്യപിക്കുന്ന ഒരാളാണ് എന്ന് മറ്റുള്ളവരറിയരുത് എന്നൊരു വിചാരം മനുഷ്യർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തലയിൽ കൂടെ ടവലോ തോർത്തോ ഒക്കെ ഇട്ടുകൊണ്ട് മിക്കവാറും ഈ സന്ധ്യാസമയത്താണ് കയറുന്നത്. അന്തിക്കള്ള എന്നാണ് പറയുന്നത്. അന്തിക്കള്ള സന്ധ്യാസമയത്ത്. അപ്പോഴാണല്ലോ എല്ലാവരും അവരവരുടെ വീടുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും. റോഡിലും ജനസഞ്ചാരം ഒക്കെ കുറവായിരിക്കും. ആ സമയത്ത് കള്ള എന്ന് പറഞ്ഞിട്ട് വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. കറുത്ത അക്ഷരത്തിൽ വെളുത്ത പെയിൻറ്റിൽ, അല്ല കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ വെളുത്ത അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ തിരിച്ചാണോ എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ കള്ള് ഷാപ്പുകളൊന്നും ഇല്ലല്ലോ, എല്ലാം ബാറായി. പഴയ സിനിമകളിലൊക്കെ കാണാം. അപ്പോൾ എന്തുകൊണ്ട് മനുഷ്യർ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകുന്നു എന്ന് ചോദിച്ചാൽ അവൻ്റെ ജീവിത പ്രശ്നങ്ങൾ, അവന് ജീവിതം സുഖകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ശാസ്ത്രീയമായ അറിവിൻ്റെ കുറവ്. പ്രപഞ്ചം എന്താണ്, ഞാൻ ആരാണ്, ജീവിതം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഒരാൾ ജീവിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ചുമ്മാ അങ്ങനെ ജീവിക്കുന്നു മനുഷ്യർ. അവസാനം ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവസാനം നിരാശയിലും ദുഃഖത്തിലും ജീവിതം അവസാനിക്കുന്നു. ആത്മഹത്യ ചെയ്യുന്നു, ട്രെയിനിന് തലവയ്ക്കുന്നു. നമ്മൾ ദിവസേന പത്രത്തിൽ കാണുന്നില്ലേ, എന്താണത്? വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്യുന്നത്. 8ാം ക്ലാസ്സിൽ ഒരു വിഷയത്തിന് തോറ്റുപോയി, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു. പിള്ളേരാണ് തൂങ്ങിച്ചാവുന്നത്. ഈ പ്രായത്തിൽ നമ്മളൊക്കെ ഇരിക്കുമ്പോൾ, ഞാനൊക്കെ ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ തൂങ്ങി മരിച്ചു എന്നൊക്കെ പത്രത്തിൽ വായിക്കും. പക്ഷെ എങ്ങനെയാണ് തൂങ്ങി മരിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. ഈ കയറിൽ കുരുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് അത് കഴുത്തിൽ മുറുകുക, വല്ല സ്റ്റൂളിൻ്റെ പുറത്തോ കയറി നിന്നിട്ട് ആ സ്റ്റൂളൊന്ന് തട്ടിക്കളയുക. അപ്പോഴിങ്ങനെ മുകളിലും അല്ല താഴെയും അല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിൽ തൂങ്ങും. അപ്പോൾ എങ്ങനെ തൂങ്ങി മരിക്കുന്നത് എങ്ങനെ എന്ന് പോലും അറിയില്ല. ഇപ്പോഴാണല്ലോ പിള്ളേരുടെ കയ്യിൽ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, മൊബൈൽ ഫോൺ. ഇതിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഞാൻ ജയകുമാറും കൂടെ വരുമ്പോൾ ഈ കാര്യമാണ് സംസാരിച്ചുകൊണ്ട് വന്നത്. മൊബൈൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഒരാവശ്യമാണ്. കാരണം ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഈ മൊബൈൽ കൂടിയേ തീരൂ. പിന്നെ അധ്യാപകന്മാർ ഈ സന്ദേശങ്ങൾ അയക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഒക്കെ ഈ മൊബൈലിലാണ്. പക്ഷേ ഈ മൊബൈൽ കൊണ്ട് പല ദോഷങ്ങളുമുണ്ട്. അനാവശ്യമായ പ്രേമബന്ധങ്ങളിൽ ഈ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ചെന്ന് ചാടുന്നത് ഈ മൊബൈൽ എന്നുള്ള കാപാലികനുള്ളത് കൊണ്ടാണ്. എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുറിക്കകത്ത് കയറി വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ കതക് കുറ്റിയിടും. അവനോ അവളോ ആ മുറിക്കകത്തിരുന്ന് എന്താണ് ചെയ്യുന്നത് ആർക്കറിയാൻ പറ്റും? ക്ലാസ്സാണോ എന്താണോ ഒന്നും അറിയത്തില്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് പറഞ്ഞതാണ്, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്. 5ാം ക്ലാസ്, 10 വയസ്സ്. ഇവന് ഗേളെന്ന് പറഞ്ഞാൽ എന്താ അറിയാം, ഫ്രണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഇവന് മനസ്സിലാവുന്നത്. എന്നാലും അവനും പറയാണ് എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്. അപ്പം എങ്ങനെ പോകുന്നു നമ്മുടെ പുരോഗതി? നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. ചന്ദ്രയാൻ വിക്ഷേപിച്ചിട്ട് ഇരിക്കുകയാണ്. അടുത്തത് ചൊവ്വയിലേക്ക് ഇറങ്ങാൻ പോകുന്നു, ശനിയിലേക്ക് പേടകം അയക്കാൻ പോകുന്നു. പക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം താഴോട്ട് പോവുകയാണ്, അധപ്പതിക്കുകയാണ് സമൂഹം, നമ്മുടെ സംസ്കാരം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ശരിയായ ജീവിത ലക്ഷ്യം ഇല്ലാത്തത് കൊണ്ടാണ്.
ഒരു വ്യക്തി എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്, ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, നല്ല ഒരു പൗരനായി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതിൻ്റെ ആവശ്യകത എന്ത്, സമൂഹത്തോട് നമുക്ക് കടപ്പാടുണ്ട്, ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ തോന്നിയ പോലെ ജീവിക്കുക, ഇതാണ് ശരിക്ക് തോന്നിയവാസം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ് നടക്കുന്നത് അതാണ് തോന്നിയവാസം. തൻ്റെ ഇഷ്ടം പോലെ തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഒരു കൂസലുമില്ലാതെ നടപ്പിലാക്കുക. ഇതാണ് മുതിർന്നവരുടെയും കുട്ടികളുടെയും ഒരു സ്വഭാവം. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമുക്ക് കലിയുഗം കലികാലം എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാം. കലിയുഗം ആയിക്കോട്ടെ, അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ മനുഷ്യൻ്റെ മനസ്സ് പുറത്തല്ലല്ലോ, അത് അവൻ്റെ ഉള്ളിൽ ഇരുന്നാണല്ലോ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കാലത്തെ കുറ്റം ചൊല്ലിയിട്ട് പ്രയോജനമില്ല. കാലം എപ്പോഴും ഒരുപോലെ തന്നെയാണ്. ഈ യുഗം എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നു. മനുഷ്യൻ്റെ മനസ്സാണ് നന്നാവേണ്ടത്, പവിത്രമാവേണ്ടത്. അപ്പോൾ ആ പരമാത്മതത്വത്തിൽ ജീവഭാവം ലയിച്ചു ചേർന്ന് അതുമാത്രമായി ബാക്കി നിൽക്കണം. ഞാനെന്ന ജീവഭാവം ഇല്ലാതെ ഞാൻ ആത്മാവാണ്, ബ്രഹ്മമാണ് എന്ന അറിവിൽ ജീവഭാവം ലയിച്ചു ചേരണം. പദാർത്ഥങ്ങളുടെ ബോധമുളവാക്കുന്ന സങ്കല്പവും അതിൻ്റെ ഫലമായി വെളിയിലുണ്ടെന്ന് തോന്നുന്ന പദാർത്ഥവും ഞാൻ എന്നിങ്ങനെ സകലരിലും സദാ അനുഭവപ്പെടുന്ന അറിയുന്നവനും എല്ലാം അവയുടെ ആദികാരണമായ ശുദ്ധബോധം തന്നെയാണ്. ഇടതടവില്ലാതെ സർവത്ര നിറഞ്ഞു വിലസുന്ന ആ വലിയ ബോധവുമായി ലയിച്ചു ചേർന്ന് അതുമാത്രമായി അവശേഷിക്കണം. ഈ ഞാനാണ് സകല കുരുത്തക്കേടുകളും ഒപ്പിക്കുന്നത്. ഈ ഞാൻ എന്ന ജീവഭാവം ഉള്ളിടത്തോളം കാലം നമുക്ക് സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കാൻ സാധ്യമല്ല. ഈ ഞാനിനെ ആത്മാവാണ്, ഭഗവാനാണ് എന്നറിയണം. അതായത് ഭഗവത് സാക്ഷാത്കാരം നേടണം, ആത്മജ്ഞാനം നേടണം. താൻ ആരാണ്, താൻ എന്തിനാണ് ഈ ലോകത്ത് വന്നത്, എന്തിനാണ് ജീവിക്കുന്നത്, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് നേടേണ്ടത്, ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പങ്ങളിലും ചെന്ന് ചാടാതെ സുഖകരമായി ജീവിതം നയിക്കാം.